So hi dear students, so after completing the classes on blood, the introduction of blood and plasma proteins, now we are moving on to this new topic, and the topic is nerve. നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ വന്നിരുന്നെങ്കിൽ ദിസ് ഈസ് എ 7 hours ക്ലാസ്. 7 hours ആണ്. What I have done is I have divided this session, this class to small sessions, video recordings, so it's easy for you to pick up and understand all those things. So basically what we would be dealing in this 7 hours of talk would be just ഒരു introduction ആണ്. എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത് ചോദിച്ചാൽ we'll be learning about excitable tissues, stimuli, neuron, potentials, different potentials, and about nerve injuries. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. So quickly we will move to each and every slide. എന്താണ് what is an excitable tissue? That's the first question that comes in. Here I have shown a nerve here. So what is here you can see is a nerve. The nerve ആണ്, and this is the muscle. This is a muscle and this is a nerve. Basically ഇത് രണ്ടുമാണ് നമ്മുടെ excitable tissues. Nerve and muscle, these two are excitable tissues because they can be potentially excited by applying a stimulus. ഒരു stimulus apply ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് ടിഷ്യൂസ് ആണ് nerve and muscle. So now the question comes, what is a stimulus? അപ്പോൾ നേരെ തിരിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പം എന്തെങ്കിലും ഒരു സാധനത്തിന് എക്സൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനത്തിന് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയും. So stimulus is nothing but that which can cause excitation of an excitable tissue. ഈ സ്റ്റിമുലസ് എന്ത് കൊടുത്താൽ എക്സൈറ്റ് ആവുമോ അതിനെ നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ how will you classify stimulus? You classify them into 3. ഒന്ന് നമ്മുടെ ത്രെഷോൾഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന സാധനം. ഈ ത്രെഷോൾഡ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടാണ് ബാക്കി രണ്ട് ക്ലാസിഫിക്കേഷൻ, സബ് ത്രെഷോൾഡ് ആൻഡ് സൂപ്രാ ത്രെഷോൾഡ്. സബ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ത്രെഷോൾഡ് ആണ്, സൂപ്ര മീൻസ് അബവ് ത്രെഷോൾഡ് ആണ്. ദ കൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ദിസ് threshold is nothing but the minimal അല്ലെങ്കിൽ adequate. ഈ രണ്ട് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ adequate ആയിട്ടുള്ള stimulus which can cause excitation of an excitable tissue. അങ്ങനെയാണെങ്കിൽ ആ മിനിമം സ്റ്റിമുലസിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് സ്റ്റിമുലസ്. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ മിനിമൽ ആണെങ്കിൽ ഇറ്റ് ഈസ് സബ് ത്രെഷോൾഡ്, ആൻഡ് മോർ ദാൻ മിനിമൽ ആണെങ്കിൽ that is supra threshold. Now we'll move on to this slide which shows how a nerve is composed. എങ്ങനെയാണ് ഒരു നെർവിൻ്റെ ഒരു കോമ്പോസിഷൻ. ഇവിടെ നമ്മൾ നെർവ് എന്ന് പറയുന്ന സാധനം, ന്യൂറോൺ എന്ന് പറയുന്ന സാധനം, നെർവ് എന്ന് പറയുന്ന സാധനം തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ന്യൂറോൺ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത്, ന്യൂറോൺ, ആൻഡ് നെർവ് ഏത് നിലവാരത്തിലാണ്, നെർവ്. നമ്മൾ നേരത്തെ കാണിച്ച നെർവ് എന്ന് പറഞ്ഞ സാധനം ഈ കാണുന്ന നെർവിൻ്റെ ഉള്ളിൽ കാണുന്ന ക്രോസ് സെക്ഷനിൽ കാണുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അത് ഏറ്റവും ഉള്ളിൽ നമ്മൾ ആക്സോൺ എന്ന് പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ച ആക്സോൺ ഇവിടെയാണ്. അതാണ് നിങ്ങളെ ന്യൂറോണിൻ്റെ വാല് ഇവിടെയാണ് കിടക്കുന്നത്. ഇറ്റ്സ് ഹാവിങ് എ covering of myelin sheath, and the whole axon, a single axon, is covered by endoneurium. അങ്ങനെയുള്ള ഒരുപാട് ആക്സോൺസ് എല്ലാം കൂടി ഒരു ചൂല് പോലെ നിൽക്കുമ്പോൾ അതിനെ കവർ ചെയ്യുന്ന പെരിന്യൂറിയം, ആൻഡ് ഒരുപാട് പെരിന്യൂറിയംസ് ഉള്ള ഒരു സാധനം, ഒരു ബണ്ടിലിനെ നമ്മൾ എപ്പിന്യൂറിയം വെച്ച് കവർ ചെയ്യുന്നു. ആ എപ്പിന്യൂറിയം നമ്മൾ ഇവിടെ കാണുന്നു. ദിസ് ഇസ് ദ എപ്പിന്യൂറൽ കവറിംഗ് ദാറ്റ് യു സീ, which forms the outermost covering of the nerve, and that is the nerve, and this is the neuron or the axon which is here. ഇത് രണ്ടും തിരിച്ചറിയാം. ഞാൻ ഈ പറഞ്ഞ സത്യമാണോ? സത്യമാണ്. I can prove this scientifically by just staining a neuron. ഒരു സിമ്പത്തറ്റിക് നെർവോ പാരസിമ്പത്തറ്റിക് നെർവോ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ I can see all those epinurium, perineurium and endoneurium, perineurium, and finally the epinurium.
ഇനിയാണ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച വാട്ട് യു ഹാവ് ലേൺഡ് ഇൻ യുവർ പ്ലസ് ടു ക്ലാസ്സസ് വാട്ട് അബൌട്ട് ദ ന്യൂറോൺ. ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഐ വിൽ നോട്ട് സ്പെസിഫിക്കലി സേ എനിത്തിങ് ഓൺ ദിസ് സ്ലൈഡ് എക്സെപ്റ്റ് വൺ തിങ്. അതാണ് അബൌട്ട് പൊളാരിറ്റി ഓഫ് എ ന്യൂറോൺ. പൊളാരിറ്റി ഓഫ് എ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സെൽ ബോഡിന് എത്ര പ്രൊജക്ഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. സി, 1 പ്രൊജക്ഷൻ ഔട്ട്, 1 2, this is 3, this is 4, this is 5, 6. See, 6. Irrespective of whether it is a axon or a dendrite. Axon ആണോ dendrite ആണോ എന്നുള്ളത് പ്രശ്നമല്ല. The thing is, it is an out projection. അങ്ങനെയാണെങ്കിൽ this is more than 2 അങ്ങനെയാണെങ്കിൽ this is called a multipolar neuron. Multipolar. അങ്ങനെയാണെങ്കിൽ when you classify neurons according to the arrangement of the axons, ഇതൊരു മിസ്നോമറാണ്, ആക്സോൺ അല്ല. ആക്സോൺ എന്ന് പറയുമെങ്കിലും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഇത് എങ്ങനെയാണ്, ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് ദിസ്? അണ്ടർസ്റ്റാൻഡ് ആസ് നമ്പർ ഓഫ് പ്രൊജക്ഷൻസ് ഫ്രം ദ സെൽ ബോഡി. അങ്ങനെയാണെങ്കിൽ അതിലെ ക്ലാസിഫിക്കേഷൻ is very easy to learn. Here is your multipolar. That means cell with more than 2 projections. So what is unipolar? Cell, an axon cell body with a single projection. That might be an axon or a dendrite. Anything can be. This is unipolar. This is multipolar. So what about bipolar? Bipolar you can guess 2 projections, 1 and 2. അങ്ങനെയാണെങ്കിൽ what is pseudo unipolar? Pseudo unipolar എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സെൽ ബോഡി a single projection which divides into 2. ഇവിടെ actually this is unipolar, but there is a doubt whether it is single or double. But from the cell body there is only 1 projection. അതുകൊണ്ട് this becomes pseudo unipolar. Now based on function, how will you classify? You can classify them into sensory and motor. Sensory neuron, motor neuron. A neuron can only either be sensory or a motor neuron, not both. Okay. പക്ഷെ ഒരു nerve എടുത്തു കഴിഞ്ഞാൽ a nerve can be മിക്സഡ് ആവാം അല്ലേ? ഒരു നെർവിൽ തന്നെ സെൻസറി ക്യാരി ചെയ്യുന്ന ഫൈബേഴ്സ് ഉണ്ടാവാം, മോട്ടോർ ക്യാരി ചെയ്യുന്ന ഫൈബേഴ്സ് ഉണ്ടാവാം, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സപ്ലൈ ചെയ്യുന്ന ഫൈബേഴ്സ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ഓട്ടോണോമിക് സിസ്റ്റം ക്യാരി ചെയ്യുന്ന ഫൈബേഴ്സും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നെർവ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്ട്രക്ചർ പഠിച്ചതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. നെർവിൽ ഒരുപാട് ബണ്ടിൽസ് ഉണ്ട്, ഒരുപാട് ആക്സോൺസ് പല ബണ്ടിൽസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷൻ ക്യാൻ ക്യാരി സെൻസറി, ഒരു സെക്ഷൻ ക്യാൻ ക്യാരി മോട്ടോർ. പക്ഷെ ഒരു ആക്സോൺ ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂറോൺ ക്യാൻ ബി ഐദർ സെൻസറി ഓർ മോട്ടോർ. ഇത് മനസ്സിലാക്കുക. ദ സെയിം ക്ലാസിഫിക്കേഷൻ ഐ എം ഷോയിങ് ഹിയർ. നിങ്ങളുടെ യൂണിപോളാർ, ബൈപോളാർ, pseudo unipolar, and finally the multipolar. So there is no doubt. Okay, now coming to the next topic. Idu korchum kudi oru higher end like nammal kadakana, and that is about neuroglias. What is this neuroglia? Glia നമ്മൾ ഇതിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് ഗ്ലയൽ സെൽസ് എന്ന് വിളിക്കും. ഗ്ലയൽ സെൽസ് സ്നേഹത്തോടെ വിളിക്കും. ന്യൂറോഗ്ലയ എന്ന് പറയുമ്പോൾ ഇത് ന്യൂറോണൽ ആയിട്ടുള്ള ഒരു സെല്ലാണ്. ഇറ്റ്സ് എ നെർവ് സെൽ, അതുകൊണ്ട് തന്നെ ന്യൂറോ എന്ന് വിളിക്കും. അപ്പോൾ ഗ്ലയൽ സെൽസ് എന്ന് പറയാം. എവിടെയാണ് കാണുന്നത്? ദേ ആർ സീൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. How do you classify them? They can be basically classified into 2 types based on size. വലിയ ഗ്ലയൽ സെൽസ്, മാക്രോ. ചെറിയ ഗ്ലയൽ സെൽസ്, ചെറുതാണെങ്കിൽ മൈക്രോ. അങ്ങനെ വലിയ ഗ്ലയൽ സെൽസും ചെറിയ ഗ്ലയൽ സെൽസും എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പോൾ അതിലുള്ള വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുക? വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് സാധനം. This is the thing. So basically
ഗ്ലയൽ സെൽസ് എന്ന് പറഞ്ഞാൽ മാക്രോഗ്ലയാസ് ആൻഡ് മൈക്രോഗ്ലയാസ്. മാക്രോഗ്ലയ ആൻഡ് മൈക്രോഗ്ലയ. മൈക്രോഗ്ലയാസിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബേസിക്കലി ഗ്ലയൽ സെൽസിൻ്റെ ഫംഗ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫാഗോസൈറ്റോസിസ് ആണ്. വാട്ട് ഈസ് ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ വിഴുങ്ങി നശിപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നോർമലായിട്ടുള്ള ഒരു ന്യൂറോണിന് എപ്പോഴും ഒരു സപ്പോർട്ടിങ് സെല്ല് കൂടെ ഉണ്ടാവും. ഈ സപ്പോർട്ടിങ് സെല്ല് വേറെ ഒന്നുമല്ല, ഇയാൾ ഈ ന്യൂറോൺ സെല്ല് മരിച്ചു കഴിയുമ്പോൾ ദ ന്യൂറോൺ സെൽ ഡൈസ് അല്ലെങ്കിൽ ഡീജനറേറ്റ്സ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഔട്ട് ഓഫ് ഓർഡർ ആൻഡ് ഔട്ട് ഓഫ് ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോൺ അല്ലെങ്കിൽ ആക്സോൺ ന്യൂറോണിനെ this glial cells start to phagocytose and eat them and destroy them, so that it is very clean. അല്ലെങ്കിൽ ഒരു ന്യൂറോണിനെ മാത്രം ഫുള്ളായിട്ടല്ലെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ന്യൂറോണിന് ഒരു ഇഞ്ചുറി പറ്റി, ഇൻ സ്റ്റഡി നെർവ് ഇഞ്ചുറി വിൽ ബി കമ്മിങ് ടു ഇറ്റ്. ഒരു നെർവിൻ്റെ ഒരു ആക്സോൺ ഒരു ഇഞ്ചുറി പറ്റിയാൽ ആ ഇഞ്ചുറി സ്ഥലത്ത് ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ് വരും. ഇതിൻ്റെ കഷ്ണങ്ങൾ, മുറിഞ്ഞ കഷ്ണങ്ങൾ ഉണ്ടാകും. ഇതിനെല്ലാം ഫാഗോസൈറ്റോസ് ചെയ്യാൻ കഴിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കാം. So that is the function of this microglias. This is very important. Coming to macroglias. Macrogliasന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് സിനാപ്റ്റിക് ആക്ടിവിറ്റി, സിനാപ്സിലെ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാം. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ മെറ്റാബോളിസത്തിന് അതിനെ സഹായിക്കുന്നു. മെയിൻറ്റെയിൻസ് BBB എന്താണ്? ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡിനും ന്യൂറോൺ സെല്ലിൻ്റെ ഇടയിൽ ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയറിനെ പറ്റി നിങ്ങൾ വിശദമായി പഠിക്കും. ആ ബാരിയറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. അങ്ങനെ 3 ഫങ്ഷൻസ് ആണ്. ഒന്ന് റെഗുലേറ്റ് സിനാപ്റ്റിക് ആക്ടിവിറ്റി, ഒന്ന് മെറ്റാബോളിസം ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ BBB. അങ്ങനെ വരുമ്പോൾ ഈ മാക്രോഗ്ലാസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്, അതിനെ നമ്മൾ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയും. ഈസ് ആ സ്റ്റാർ ഷേപ്പ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ആസ്ട്രോസൈറ്റിനെ ഇവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് 2 ഒന്ന് ഏതാണ്? പ്രോട്ടോപ്ലാസ്മിക് ആസ്ട്രോസൈറ്റ്. ദിസ് വൺ ഈസ് പ്രോട്ടോപ്ലാസ്മിക് ആസ്ട്രോസൈറ്റ് ആൻഡ് ദിസ് വൺ ഈസ് ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്. ഇങ്ങനെ 2 തരം ആസ്ട്രോസൈറ്റ്സിനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളെ ആസ്ട്രോസൈറ്റ്സ് വിച്ച് ആർ പാർട്ട് ഓഫ് മാക്രോഗ്ലയാസ്. മറ്റൊരു സെല്ലാണ് നിങ്ങൾ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദേ പ്രൊവൈഡ് മൈലിൻ ഷീത്ത്. അപ്പോൾ മൈലിൻ ഷീത്ത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകളാണ് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ഷ്വാൻ സെല്ല് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കണ്ടില്ലേ, അത് ഒരു തരത്തിലുള്ള ഒലിഗോഡെൻഡ്രോസൈറ്റിൻ്റെ വിഭാഗഭേദമാണ്. ദേ പ്രൊവൈഡ് മൈലിൻ ഷീത്ത് അല്ലേ, അതൊരു സപ്പോർട്ടിങ് സെല്ല്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലയൽ സെൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മൈലിൻ ഷീത്ത്. ഇത് നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചതാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന സാധനം, നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. യു നോ അബൌട്ട് നോഡ്സ് ഓഫ് റൺവിയർ. You know what is this blue thing, and that is the myelin, and you know that this is a cut section which shows that there is a nodes of Ranvier in between and perfectly insulated and by this myelin, and this new cell which you see here is a Schwann cell. ഈ Schwann cell ആണ് ഈ myelin സെക്രീറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ പിരിഞ്ഞ് ഈ ആക്സോണിന് ചുറ്റിലും നിൽക്കും. ഇതാണ് നമ്മുടെ മൈലിൻ ഷീത്ത്. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, let me add this. ഒന്ന് ഇതാണ് composition of myelin. How is myelin? What are myelin composed of? ഒന്ന് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ഒരു കോമ്പോണൻ്റ് ആണ്. പിന്നെ ഒന്ന് വാട്ടർ ആണ്, വാട്ടർ ആൻഡ് പ്രോട്ടീൻ. ആൻഡ് ദെൻ മേജർ കോമ്പോസിഷൻ ഇസ് മെയ്ഡ് ബൈ ലിപ്പിഡ്സ്. ആ ലിപ്പിഡ്സിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ഗ്ലൈക്കോസ്, സ്ഫിംഗോലിപ്പിഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മൈലിൻ്റെ ബേസിക് കോമ്പോസിഷൻ. എന്തിനാണ് മൈലിൻ? 3 ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, അതിൻ്റെ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ. നമ്മൾ സാധാരണ ഒരു നെർവിലൂടെ ഒരു സിഗ്നൽ പാസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡിനെ വർദ്ധിപ്പിക്കാൻ, ഇറ്റ്സ് പോസിബിൾ ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ
by myelination through the presence of nodes of Ranvier. You already know about this solitary conduction. Solitary conduction നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ചാടി through nodes of Ranvier the impulses will go. അതറിയാം. ഇനി എനർജി എക്സ്പെൻഡിച്ചർ ഓഫ് എ സെൽ വളരെയധികം കുറയ്ക്കാൻ കഴിയും. ഡിക്രീസിങ് ദ എനർജി എക്സ്പെൻഡിച്ചർ ബൈ വിച്ച് യു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് ദ സെൽ ആൻഡ് ഫൈനലി യു ഹാവ് എ പ്രൊട്ടക്റ്റീവ് റോൾ ഫോർ മൈലിൻ. ഇത് മൂന്നുമാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇവിടെ വേറൊരു സാധനം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ട് എക്സ്ട്രാ സാധനങ്ങളാണ്. ഒന്ന്, ഇതൊരു ആക്സോൺ ആണ്. ദിസ് ആൻ ആക്സോൺ ഗോയിങ് ആൻഡ് ദീസ് ആർ ദ നോഡ്സ് ഓഫ് റൺവീർ. ഈ നോഡ്സ് ഓഫ് റൺവീറിൽ ചുമന്ന കുത്തായിട്ട് കാണുന്നത് it shows the high concentration of voltage gated sodium channels. എന്താണ് voltage gated sodium channels? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതൊരു ചാനലാണ്. ചാനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോട്ടീൻ which will help to help the passage of sodium ions through it. Protein channel which will facilitate the passage of sodium ions through it. Sodium ions എപ്പോഴും പാസ് ചെയ്യോ? ഇല്ല. ഈ ചാനലിൻ്റെ വേറെ പ്രത്യേകത അത് ഗേറ്റഡ് ആണ്. അപ്പോൾ ഗേറ്റഡ് അല്ലാത്ത ചാനൽ എന്ത് പറയും? ഗേറ്റഡ് അല്ലാത്ത ചാനൽ ഉണ്ട്, ലീക്കി ചാനൽസ് ഉണ്ട്. ലീക്കി എന്ന് വെച്ചാൽ ഈ പൈപ്പ് ലീക്കി എന്ന് പറയില്ലേ, അവിടെ പ്രത്യേകിച്ച് കവറിങ് ഒന്നുമില്ല, ഗേറ്റ് ഒന്നുമില്ല. എവിടെയാണോ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഉള്ളത് അവിടുന്ന് ടുവേർഡ്സ് ദ ലോ കോൺസെൻട്രേഷൻ ഏരിയ ആൻഡ് അലോങ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അയോൺസ് ക്യാൻ പാസ് ഇഫ് ദർ ഇസ് എ ലീക്കി ചാനൽ. പക്ഷേ ഗേറ്റഡ് ചാനൽസ് അങ്ങനെയല്ല. ഗേറ്റഡ് ചാനൽസിൻ്റെ പ്രത്യേകത what the gated channels have is a gate. Something is controlling. അതെന്താണ്? അത് is a V, the voltage is controlling. ഒരു particular voltage എത്തിക്കഴിഞ്ഞാൽ then the gate will open and the sodium can pass in. അതാണ് ഈ voltage gated sodium channels. ഇതുപോലെ we have voltage gated potassium channels എന്നിങ്ങനെ voltage gated calcium channels ഉണ്ട്. അങ്ങനെ ഒരുപാട് channels ഉണ്ട് which are voltage gated. ഇതുപോലെ ligand gated channels ഉണ്ട്. ഇതെല്ലാം you will be studying in detail. അതാണ് ഒരു പോയിന്റ് ഐ വാണ്ട് ടു എംഫസൈസ് ഇൻ ദിസ് സ്ലൈഡ്. വേറൊന്ന് ഇതൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. സെൻസറി നെർവ്സ് മൈലിനേറ്റ് ഫസ്റ്റ്. ഈ IUL എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ലൈഫാണ്. അപ്പം ഗർഭസ്ഥ ശിശുവിൻ്റെ 5-ാം മാസത്തിൽ നമ്മളെ സെൻസറി നെർവ്സിൻ്റെ മൈലിനേഷൻ തുടങ്ങും. എന്ന് വെച്ചാൽ ജനിക്കുന്ന കുട്ടി ഓൾറെഡി കുറേ സെൻസറി ഫാക്കൽറ്റീസോട് കൂടിയാണ് ജനിക്കുന്നത്. സോ a baby which is born is having some sensory capacity when it is compared with your motor capacity. ഒരു കുട്ടിയുടെ മോട്ടോർ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ none of them are properly developed, but sensory capacity a little highly developed when compared to motor capacities. അപ്പോൾ അതിന് കാരണം സെൻസറി നെർവ്സ് നേരത്തെ മൈലിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് അതിൽ പറയുന്നത്. Now we will come to how the myelin sheath is formed. And you already know that Schwann cells are the reason for myelin formation. So in this diagram, if you see, you can see that this is an axon, this red one, and this blue one is the Schwann cell, and the Schwann cell is trying to engulf the axon. ഇപ്പോൾ നമ്മളിവിടെ ആക്സോൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് ന്യൂ ടേംസ് ആണ് പഠിക്കുക. Two new terms we are going to learn, and one is neurilemma. So what is neurilemma? And the next one that you learn is mesaxon. So what is neurilemma? Neurilemma ഒന്നുമല്ല ഇവിടെ കാണിക്കുന്നത്. This is neurilemma. Outermost covering of a myelinated axon is neurilemma. അങ്ങനെയാണെങ്കിൽ മീസാക്സോൺ എന്താണ്? മീസാക്സോൺ എന്ന് പറഞ്ഞാൽ ഈ ദിസ് എൻഡ് ദാറ്റ് യു സീ ഇവിടെ മീസാക്സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട
ഈ എൻഡില്ലേ, these two ends were trying to engulf the axon. When they reach here, both these ends are called mesaxons. So these ends are called mesaxon. ഇത് എന്ത് സംഭവിക്കും? ഒരു end will stay here, the other end will start to rotate. See, that is what is happening and that's shown here. അപ്പം എന്തുണ്ടായി? ഇവിടെ ഇൻസൈഡ് വി ഹാവ് എ മീസാക്സോൺ ആൻഡ് ഔട്ട്സൈഡ് വി ഹാവ് എ മീസാക്സോൺ. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എക്സ്റ്റേണൽ മീസാക്സോൺ ആൻഡ് ഇന്റേണൽ മീസാക്സോൺ. ഇപ്പോൾ രണ്ട് തരം മീസാക്സോൺസ് ആയോ? വൺ ദാറ്റ് ഈസ് ഇന്റേണൽ എൻഡും ഒരു എക്സ്റ്റേണൽ എൻഡും. ഈ രണ്ട് എൻഡും ആയിരുന്നു നമ്മളിവിടെ കണ്ടത്. ദീസ് ബോത്ത് എൻഡ്സ്. നൗ വൺ ബിക്കംസ് എൻ ഇന്റേണൽ മീസാക്സോൺ and one becomes an external mesaxon. ഇതാണ് നമ്മുടെ പുതിയ രണ്ട് terms and that also finishes how the myelin is formed. ഇനി നമ്മൾ പഠിക്കുന്നത് types of axons ആണ്. എന്തൊക്കെയാണ് ഈ different types of axons ചോദിച്ചാൽ ഒന്ന് myelinated axons ഉം ഒന്ന് unmyelinated axons ഉം. What you have to do is you have to learn the differences between myelinated axons and unmyelinated axons. തമ്മിലെ ഡിഫറൻസസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഓൾഡ് എഡിഷൻ ജി കെ പാർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ ജി കെ പാർ. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന എ കെ ജെയിൻ ആയാലും അല്ലെങ്കിൽ ഗീത മാഡത്തിൻ്റെ ബുക്കായാലും എല്ലാത്തിലും ഈ ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഇറ്റ് ഇസ് അവൈലബിൾ. അപ്പം ഇറ്റ്സ് യുവർ അസൈൻമെൻറ്റ്. This is your assignment that you learn the differences between myelinated and unmyelinated axons. ഇതിലെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള വ്യത്യാസം ഇത്രയാണ്. ഈ അൺമൈലിനേറ്റഡ് ആക്സോൺ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഡോണ്ട് മേക്ക് ദ കൺസെപ്റ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഇസ് അൺമൈലിനേറ്റഡ് മീൻസ് ദർ ഇസ് നോ മൈലിൻ എന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നോ ഷ്വാൻസെൽ എന്ന് വിചാരിക്കേണ്ട. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ വൺ ആക്സോൺ ഈസ് ടു വൺ ഷ്വാൻസെൽ. വൺ ആക്സോൺ ഈസ് ടു വൺ ഷ്വാൻസെൽ. ഒരു ഷ്വാൻസെൽ വളരെ ബുദ്ധിമുട്ടി ഈ മീസാക്സോൺസ് ഒക്കെ വെച്ച് കറക്കി 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 ഫുള്ളി ഇൻസുലേറ്റഡ് ആണ്. ഈ ഫുള്ളി ഇൻസുലേഷൻ മൈലിനേഷനിൽ നടക്കും. മൈലിനേറ്റഡ് ആക്സോൺ ഇതാണ് മൈലിനേഷൻ. പക്ഷെ ഇവിടെ നോക്കൂ, അൺമൈലിനേറ്റഡ് നോക്കൂ, ഒരുപാട് ആക്സോൺസ് ഈസ് മൈലിനേറ്റഡ് ബൈ സിംഗിൾ ഷ്വാൻ സെൽ. അപ്പോൾ ഒരു വൺ ഷ്വാൻ സെൽ ഈസ് ടു സെവറൽ axons. One strand cell is taking care of several axons. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ല, അതിൻ്റെ ഇൻസുലേഷൻ പ്രോപ്പർ അല്ല. ഷ്വാൻ സെൽ ഉണ്ട് അവിടെ. ഇതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈലിനേറ്റഡ് ആക്സോൺസ് ആൻഡ് അൺമൈലിനേറ്റഡ് ആക്സോൺസ്. ആൻഡ് ഐ ഓൾസോ recommend you to learn the differences between myelinated and unmyelinated axons. ഇത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തി എഴുതണം. അത് നോക്കി വായിക്കാൻ എൻ്റെ ആവശ്യമില്ല. ഓക്കെ, നൗ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് അബൌട്ട് ദിസ്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല. what I'll be doing is I'll be sending you two video clips about my multiple sclerosis and GBS. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഒരു സിമ്പിൾ ലിങ്കാണ്, അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വളരെ നന്നായിട്ട് മനസ്സിലാവും. അബൌട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആൻഡ് ഗില്ലൻ-ബാരെ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് അസുഖങ്ങളിലും ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഡീജനറേഷനാണ് നടക്കുന്നത്. ഡീജനറേഷൻ ഓഫ് എ മൈലിൻ ഷീത്ത്, മൈലിൻ്റെ ഡീജനറേഷൻ അത് സംഭവിക്കുന്നു. അതാണ് നമ്മളിവിടെ രണ്ട് അസുഖത്തിലുള്ളത്. ആൻഡ് ഐ വിൽ ബി സെൻഡിങ് യു ദ വീഡിയോ ലിങ്ക്സ് ഫോർ ദിസ് ടു ഡിസീസസ്. ആ രീതിയിൽ മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ആക്സോപ്ലാസ്മിക് ട്രാൻസ്പോർട്ടാണ്. എന്താണ് ഈ ആക്സോപ്ലാസ്മിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആക്സോൺസിലൂടെ, ഈ ആക്സോൺസ് എന്തിനാണെന്ന് ചോദിച്ചാൽ സെൽ ബോഡിയിൽ പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
ലോട്ട് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ടാവും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആക്സോൺ വഴി ആക്സോൺ ടെർമിനൽസ് എത്തിക്കുകയും അതുവഴി സിനാപ്സിൽ പോവുകയും ഫ്രം സിനാപ്സ് അടുത്ത നെർവിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഇങ്ങനെയാണ് നമ്മൾ ഈ ആക്സോൺസ് ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ ഫംഗ്ഷൻ. ഒരു ന്യൂറോൺ ഇവിടെ ഉണ്ട്, ഒരു ആക്സോൺ ഇങ്ങനെ ഉണ്ടാവും, അടുത്ത ന്യൂറോണിൻ്റെ തലവിടെ ഇങ്ങനെ. ഇത് ഈ രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ അറേഞ്ച് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഇങ്ങനെ രീതിയിലാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുക. we name the best first order neuron, second order, third order, and this is a sequence of arrangement. ഒരു സീക്വൻസ്ഡ് ഒരു റിലേ അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് ന്യൂറോണിൽ കാണാൻ കഴിയുക. അപ്പം ഈ സെൽ ബോഡിയിൽ ഉണ്ടായ ഒരു സാധനം ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ there is a transportation which occurs in the reverse direction also, and which is also very important. അപ്പോൾ അങ്ങനെ രണ്ട് തരം ട്രാൻസ്പോർട്ടാണ് നമുക്ക് ആക്സോൺസിൽ കാണാൻ കഴിയുക. ഒന്ന് ആക്സോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഗെറ്റ് സംതിങ് കോൾഡ് ആൻട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്, വിച്ച് ഇസ് ഫ്രം ദ സെൽ ബോഡി ടു ദ ആക്സോൺ. ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് നമ്മൾ ആൻട്രോഗ്രേഡ് എന്ന് പറയും. ആൻഡ് വി ഹാവ് റെട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് വെറിൻ ഇറ്റ്സ് ഫ്രം ദ ആക്സോൺ ടുവേർഡ്സ് ദ സെൽ ബോഡി. ഈ രണ്ട് തരത്തിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. രണ്ടിനും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ആൻട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് സാധാരണ നടക്കുന്നത് രണ്ട് രീതിയിലാണ്. വളരെ വേഗതയിൽ നടക്കുന്ന ആൻട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്സ് ഉണ്ട്, വളരെ സ്ലോ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട്സ് ഉണ്ട്. വളരെ വേഗതയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് നോക്കി വെച്ചോളൂ. 400 millimeters 400 millimeters പെർ ഡേ ആണ്. പെർ ഡേ, ഒരു ദിവസം 400 millimeters ആണ് എൻ്റെ ട്രാവൽ ടൈം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ വെസൈക്കിൾസ് കണ്ടെയ്നിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൻഡ് ഓർഗനൽസ് എന്ന് വെച്ചാൽ നമ്മുടെ സെൽ ബോഡിയിലുള്ള പല ഓർഗൻസിനും ആക്സോണിലേക്ക് പോകേണ്ട ആവശ്യം വരും. ചില ഉണ്ടാക്കി വെച്ച ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വെസൈക്കിൾസിലാക്കി പാക്കറ്റുകളാക്കി ഇറ്റ് ഹാസ് ടു ട്രാവൽ ടുവേർഡ്സ് ആക്സോൺ. അപ്പം അങ്ങനെ വരുന്ന സാധനങ്ങളെ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മുടെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. ഈ കൈനസിൻ ഇവിടെ ഇങ്ങനെ നക്ഷത്രമാക്കി തെളിച്ച് വെച്ചതൊന്നുമില്ല. കൈനസിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട്, കാണിച്ചു തരാം. ദിസ് ഇസ് കൈനസിൻ പ്രോട്ടീൻ. ഈ കാണുന്ന സാധനം ദിസ് ഇസ് കൈനസിൻ. ഈ കൈനസിൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഇതൊരു വെസൈക്കിളിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ട്രാൻസ്പോർട്ടിങ് ദിസ് വെസൈക്കിൾ. സി, സോ ദാറ്റ്സ് എ പ്രോട്ടീൻ ബേസിക്കലി. കൈനസിൻ ഇസ് എ പ്രോട്ടീൻ. സോ ദാറ്റ് ഈസ് കൈനസിൻ. ഇപ്പോൾ കൈനസിൻ്റെ റോള് അവിടെ വരുന്നു. ഇതാണ് നിങ്ങളുടെ ഫാസ്റ്റ് ട്രാൻസ്പോർട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്ലോ ട്രാൻസ്പോർട്ടും ഉണ്ട്. സ്ലോ ട്രാൻസ്പോർട്ട് നോക്കൂ. ദ സ്പീഡ് ഇസ് 0.5 to 2 millimeters പെർ ഡേ. ഒരു ദിവസം വെറും 0.5 millimeters ആണ് എൻ്റെ വേഗത. അത് നമ്മുടെ ഈ മൈക്രോഫിലമെൻറ്റ്സ്, മൈക്രോട്യൂബ്യൂൾസ്, ന്യൂറോഫിലമെൻറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനാണ്. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി വാട്ട് ഇസ് ആക്റ്റിൻ എന്താണ്, മൈക്രോട്യൂബ്യൂൾസ് എന്താണ്, മൈക്രോഫിലമെൻറ്റ്, ന്യൂറോഫിലമെൻറ്റ്സ് എന്താണെന്ന് അറിയാം. ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് മാത്രമാണ് ഇവിടെ സ്ലോ ആയിട്ട് നടക്കുന്ന ട്രാൻസ്പോർട്ട്. അത് ഓൾവേസ് ആൻട്രോഗ്രേഡ്. നൗ ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. റെട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നോർമലായിട്ട് നടക്കുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സിനാണ്. ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെൽ ബോഡി കുറച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഡീജനറേഷൻ വരുന്ന പോലെ ഒരവസ്ഥ വന്നാൽ അപ്പോൾ അതിന് കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ ആവശ്യം വരാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, സെൽ ബോഡിക്ക് ആവശ്യം വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ ആക്സോൺ ടെർമിനൽസിന് പല സാധനങ്ങളും തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ നെർവ് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് എപ്പോഴും തലകുത്തനെ വരാം, റെട്രോഗ്രേഡ് വരാം. പിന്നൊന്ന് റീഅപ്ടേക്ക് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ വിച്ച് ഇസ് റിലീസ്ഡ് അറ്റ് എ നെർവ് എൻഡ്. ഇവിടെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തു, ഇത്രയും ആവശ്യമില്ല, അപ്പോൾ കുറച്ച് അധികമായിപ്പോയി. ബാക്കിയെല്ലാം തിരിച്ച് ദേ ആർ ഓൾ റീഅപ്ടേക്ക് ഇൻ ടു ദ ആക്സോൺ. ഈ ടെർമിനൽസിന് വെൻ ഇറ്റ്സ് ഓഫ് നോ യൂസ് മീൻസ് ഇറ്റ് ഹാസ് ടു ഗോ ബാക്ക് ഇൻ ടു ദ സെൽ ബോഡി. അപ്പം അങ്ങനെ വന്നാൽ ഈ റീഅപ്ടേക്കിന് നമുക്ക് എന്ത് വേണം, റെട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് വേണം. ഇത് രണ്ടും കുറച്ച് പെത്തോളജിക്കലാണ്. അടുത്ത രണ്ട് റീസൺസ് ബേസിക്കലി 1, 2, 3 and 4 റീസൺസ്. അതിൽ 1 and 2 കുറച്ച് പെത്തോളജിക്കലാണ്. ഒന്ന് വൈറസ്,
എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ the virus will get into your, if it gets into your axons, അങ്ങനെയാണെങ്കിൽ ആ വൈറസ് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് retrogradely ആയിരിക്കും. And also some toxins which gets in the body which can also get transported in a retrograde fashion. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഡൈനിൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മൈക്രോട്യൂബുൽ അസോസിയേറ്റഡ് പ്രോട്ടീൻ. അതും ഒരു പ്രോട്ടീനാണ്, ഓൾറെഡി ഷോൺ ഹിയർ. ഇതാണ് നിങ്ങളുടെ ഡൈനിൻ പ്രോട്ടീൻ കാണാൻ ഇതുപോലെ ഉണ്ടാവും. ഇത് ഡൈനിൻ പ്രോട്ടീൻ. ദാറ്റ് ഈസ് ഇതൊരു റീസൈക്കിൾഡ് മെംബ്രെയിൻ വെസൈക്കിളാണ്. എന്ന് വെച്ചാൽ അതൊരു റീഅപ്ടേക്ക് നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇസ് ഗോയിങ് ബാക്ക്വേർഡ്സ്. യു ക്യാൻ സീ this is reuptake. See, it's going in this direction with the help of dynein and androgenyl kinesin. Both are proteins. Okay, now we are going to learn about the next part of this nerve. അത് എന്താണെന്ന് വെച്ചാൽ നെർവിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മൈൻഡ് യു, ദിസ് ഇസ് നോട്ട് ന്യൂറോൺ. ന്യൂറോണിൻ്റെ കഥ കഴിഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്ന് നെർവിലേക്ക് എത്തി. ഈ നെർവുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഇനി ഇത്ര തരത്തിലുള്ള നെർവുകളുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചതിന് ശേഷം നമുക്ക് ഓരോ നെർവ്സ്, ഓരോ ഫാക്കൽറ്റി, ഓരോ നമ്മുടെ സെൻസേഷൻസ് വരുമ്പം അതിനൊക്കെ ക്യാരി ചെയ്യുന്ന നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം വ്യത്യസ്തമായ നെർവുകളാണ്, ഒരേ ടൈപ്പ് നെർവുകളല്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പം when we see at a glance everything looks like the same, but അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈച്ച് നെർവ് വിൽ ബി ഓഫ് ഡിഫറെൻറ്റ് ഹാവിങ് എ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡിഫറെൻറ്റ് നെർവ്സിനെ നമ്മൾ മനസ്സിലാക്കി ദെൻ വി ക്ലാസിഫൈഡ് ദം ഇൻ ടു വേയ്സ്. രണ്ടാൾക്കാർ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഈ എർലാംഗ് ആൻഡ് ഗേസേഴ്സ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. വി ഓൾസോ ഫോളോ ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ കൂടുതലും കാണാൻ സാധ്യത എർലാംഗ് ഗേസർ ആയിരിക്കും ഈ ഫിസിയോളജി. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, 3 types ഓഫ് നെർവ്സ് വി ക്യാൻ ഫൈൻഡ്. ഒന്ന് ടൈപ്പ് എ, ടൈപ്പ് ബി, ദെൻ ടൈപ്പ് സി. ഇങ്ങനെ 3 ഉണ്ട്. ഇതിൽ നമ്മൾ ടൈപ്പ് എ ഫൈബേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എഗെയിൻ വി ഹവ് ഡിവൈഡ് ടു എ ആൽഫ, എ ബീറ്റ, എ ഗാമ, എ ഡെൽറ്റ. ഇങ്ങനെ 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂമറിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് യു സീ ഹിയർ ഈസ് അഗെയിൻ 1, 2 in Roman, 3 in Roman and 4 in Roman. ഈ 4 റോമനിൽ തന്നെ എഴുതണം. ഇങ്ങനെയാണ് 4 ക്ലാസിഫിക്കേഷൻ. ഇതിൽ 1 നമുക്ക് 1A ഉണ്ട്, 1B ഉണ്ട്. ഈ രണ്ടും ബേസിക്കലി പ്രോപ്പർട്ടീസ് തമ്മിൽ മാച്ച് ചെയ്യും. എന്നാലും നമ്മൾ ഈ 2 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾ എക്സാമിൽ ചോദിച്ചാൽ പറയേണ്ടി വരും. സോ ദാറ്റ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവ്. ഇനി നമ്മൾ ഈ എർലാംഗർ ഗേസർ ക്ലാസിഫിക്കേഷൻ നമ്മളൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദാറ്റ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് വെരി സിമ്പിൾ. എഴുതിയതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് വിത്ത് എ സ്പീഡ് ഓഫ് 70 to 120 meters per second. ഒരു സെക്കൻഡിൽ 120 meters ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, അത് ശരിക്കും നല്ല സ്പീഡാണ്. ആ സ്പീഡിലാണ് നിങ്ങളുടെ എ ഫൈബേഴ്സിലൂടെ ഒരു ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ നെർവ് ഇമ്പൾസ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളുടെ കവിളിൽ മെല്ലെ ഒന്ന് തൊടുന്നു. അങ്ങനെ തൊടുമ്പോൾ ഈ തൊടുന്നു എന്ന് പറയുന്ന മെക്കാനിസം, ടച്ച് എന്ന് പറയുന്ന സാധനം, ടച്ച് ചെയ്യുന്ന വിരൽ പോയിട്ട് ടച്ച് റിസപ്റ്റേഴ്സ് ഇൻ ദ സ്കിൻ അതിനെ ട്രാൻസ്ഡ്യൂസ് ചെയ്യും. ട്രാൻസ്ഡക്ഷൻ ഓഫ് ദ മെക്കാനിക്കൽ ഇവൻറ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അത് സംഭവിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ ആൽഫ ഫൈബർ, അവിടുന്ന് പിന്നെ അത് ബ്രെയിനിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരിക്കും. സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് ഒറ്റ ഓട്ടമായിരിക്കും. അതെന്താണ്? അവിടെ നടന്ന ഒരു സെൻസറി ആക്ടിവിറ്റിയാണ് തൊടുക എന്നുള്ളത്. അതിൽ നിന്നുണ്ടായ ആക്ടിവിറ്റി സെൻസറി ആക്ടിവിറ്റിയാണ്. സോ അത് പിന്നെ സെൻസറി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സീരീസ് ഓഫ് നെർവിൻ്റെ റിലേ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നെർവിലൂടെ ഫുന്നഞ്ഞ് മേലോട്ട് ബ്രെയിനിലേക്ക് ഒരു പോക്കാണ്. അതിൻ്റെ സ്പീഡാണ് ഞാൻ പറഞ്ഞത്. സപ്പോസ് ഇറ്റ് എ ആൽഫ ഫൈബർ, അത് പോകുന്ന സ്പീഡ് 70 to 120 meters per second ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് ആൽഫ, ബീറ്റ, ഗാമ ഓർ ഡെൽറ്റ എല്ലാത്തിനും.
ഇതേ എ ആൽഫ ഫൈബേഴ്സ് തന്നെ സെൻസറി മാത്രമല്ല മോട്ടോർ ആക്ടിവിറ്റി നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു കുട്ടിയെ തൊടണം എന്ന് തോന്നി. അപ്പോൾ ആ തോന്നൽ ഉണ്ടായ എൻ്റെ അവസ്ഥ എൻ്റെ ബ്രെയിനിന് ഞാനിങ്ങനെ ചിന്തിച്ചു, ഓക്കെ ഞാൻ ഇയാളെ പോയി ഒന്ന് തൊടണം, ഇയാളുടെ കവിളിലൊന്ന് തൊടണം എന്നെനിക്ക് തോന്നുമ്പം ആ തോന്നിയ എൻ്റെ മനസ്സിൽ നിന്ന് അതുണ്ടായി വന്ന് ആ കോട്ടക്സിൽ നിന്ന് അതുണ്ടായി, എൻ്റെ സെർബ്രൽ കോട്ടക്സിൽ നിന്ന് അതുണ്ടായിട്ട് ആ ഇമ്പൾസസ് ഒരു മോട്ടോർ ആക്ടിവിറ്റി എൻ്റെ കയ്യിലേക്ക് ആ മോട്ടോർ നെർവ് വഴി വരുന്നു. ആ മോട്ടോർ നെർവ് വഴി വരുന്ന ആ വരവ് അതും വേണമെങ്കിൽ ഒരു എ ഫൈബർ ആവാം. എ ആൽഫയോ എ ബീറ്റയോ എ ഗാമയോ ഡെൽറ്റയോ ആണെങ്കിൽ അതിൻ്റെ സ്പീഡും 120 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് കോമ്പണൻസ് ഇവിടെ പറഞ്ഞു. ഒന്ന് എന്നിൽ ഉണ്ടായ മോട്ടോർ കോമ്പണൻറ്റും പിന്നെ ഈ നിങ്ങളിലുണ്ടായ നിങ്ങളുടെ കവിളിലുണ്ടായ അവിടുന്ന് അങ്ങോട്ടുണ്ടായ നിങ്ങളുടെ ബ്രെയിൻ വരെ ഉണ്ടായ സെൻസറി കോമ്പണൻറ്റും. ഇതിൽ രണ്ടിലും എ ആൽഫ ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ രണ്ടിടത്തും കാണുന്നത്. എ ആൽഫ ഇവിടെ ഇൻവോൾവ് ആണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിളാണ്, ഇപ്പം നേരത്തെ പറഞ്ഞതൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഇൻ റിയാലിറ്റി മോട്ടോർ കോമ്പണൻറ്റ് ഇൻവോൾവ് ആണെങ്കിൽ എ ആൽഫയ്ക്ക് അത് എക്സ്ട്രാ ഫിസിൽ ഫൈബേഴ്സിലായിരിക്കും. ഇവിടെയാണ് അതിൻ്റെ മോട്ടോർ കോമ്പണൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നത്. പ്രോപ്രിയോസെപ്ഷൻ ആൻഡ് വിസറൽ ഇത് രണ്ടും സെൻസറി കോമ്പണൻറ്റ്. എവിടെയാണ് ഇത് ആക്ട് ചെയ്യുന്നതായി പറയുന്നത്? ഇത് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. എ ബീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിന് മോട്ടോർ കോമ്പണൻറ്റ് ഒന്നും കാണുന്നില്ല, പക്ഷേ ടച്ച് ആൻഡ് പ്രഷർ ഇത് എ ബീറ്റ ക്യാരി ചെയ്യുന്നതാണ്. എ ഗാമ എടുത്തു കഴിഞ്ഞാൽ മോട്ടോർ കോമ്പണൻറ്റിൽ ഇൻട്രാഫ്യൂസൽ ഫൈബേഴ്സ്. ഈ ഇൻട്രാഫ്യൂസലും എക്സ്ട്രാ ഫ്യൂസലൊക്കെ നിങ്ങൾ മസിൽ പഠിക്കുമ്പോൾ മസിൽ ടോൺ പഠിക്കുമ്പോഴാണ് പഠിക്കുക. ഇൻട്രാഫ്യൂസൽ എക്സ്ട്രാഫ്യൂസൽ ഫൈബേഴ്സിനെ പറ്റിയിട്ട് പേടിക്കണ്ട, ഇപ്പം ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഈ ഗാമയാണെങ്കിൽ ഇങ്ങനെയാണ്, സെൻസറി ആയിട്ടൊന്നും കാണുന്നില്ല, നത്തിങ്സ് ഇൻ ഹിയർ. എ ഡെൽറ്റ ആണെങ്കിൽ കൊളാട്രൽസ്, ബീറ്റ ആണെങ്കിൽ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. ഇങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നടത്തിയാൽ മതി. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ലെവലിൽ ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ ഈ സ്പീഡാണ്. പിന്നെ അതിൻ്റെ മോട്ടോറിലും സെൻസറി രണ്ട് കോമ്പണൻസിൽ പലയിടത്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. കമ്മിങ് ടു ബി, ഈ ബി ഫൈബേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബി ഫൈബേഴ്സിൻ്റെ സ്പീഡ് നോക്കൂ വളരെ കുറവാണ്. കമ്പയർ ടു ഇതൊരു 70-120 സ്പീഡ് പോയ സാധനം പെട്ടെന്ന് നമ്മൾ കാറ് 4:30 പോകുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, വളരെ സ്പീഡ് കുറവായിരിക്കും. അതുപോലെയാണ് ഇത് 4 to 30 m/s ആണ് അതിൻ്റെ സ്പീഡ്. ഇത് സെൻസറിയിലും മോട്ടോറിലും രണ്ടിടത്തും നമുക്ക് കാണാം ബീറ്റയുടെ പ്രസൻസ്. ഓട്ടോണമിക് നെർവ് സിസ്റ്റത്തിൻ്റെ ഫൈബേഴ്സ് കൊണ്ടുവന്ന പല ഫൈബേഴ്സും ബീറ്റയാണ്. ആൻഡ് ഫൈനലി കമ്മിങ് ടു ദ സി ഫൈബേഴ്സ്. സി ഫൈബേഴ്സിൻ്റെ സ്പീഡ് അയ്യോ എന്തൊരു കുറവാന്ന് നോക്കിയാൽ 0.5 to 4 m/s. 0.5 1 m/s പോലും ഇല്ല, അത്രയും സ്ലോ ആണ്. അതിൻ്റെ കാരണം ഇവിടെ വെടുപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അൺമൈലിനേറ്റഡ് ആണ്, അതുകൊണ്ട് സ്ലോവസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഫൈബേഴ്സ് ഫാസ്റ്റസ്റ്റ് ആണ് ആൻഡ് സി സ്ലോവസ്റ്റ് ആണ്. സി അൺമൈലിനേറ്റഡ് ആണ്, ദിസ് ഇസ് മൈലിനേറ്റഡ്. ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നെർവ് ഫൈബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും അതിനോട് സംബന്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളും. അപ്പം ഒന്ന് എർലാംഗർ ഗേസർ ക്ലാസിഫിക്കേഷൻ, അതാണിത്, ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ടു എൻഡ് ദിസ് ക്ലാസ്, ഇത് ചെറിയൊരു ഇത് നിങ്ങളുടെ വലിയ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിലെല്ലാം കാണുന്ന ഒരു സാധനമാണ്. ഇതൊന്നുമില്ല, ഇതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ABC നെർവ് ഫൈബേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് ഓർ സസെപ്റ്റിബിലിറ്റി കാണിക്കുന്നതാണ് ടുവേർഡ്സ് 3 faculties. ഒന്ന് ഹൈപ്പോക്സിയ, ലാക്ക് ഓഫ് ഓക്സിജൻ. അതായത് ഒരു നെർവിന് നമ്മൾ ഓക്സിജൻ ഡിപ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ഡിപ്രൈവ് ഓക്സിജൻ ടു എ നെർവ് ഫൈബർ to A, B and C, how will it behave? The most susceptible would be the B fibers, and the least susceptible would be C fibers. ഇവിടെ least ഇങ്ങോട്ടാണ്, in this direction. Coming to pressure, the second one, pressure ആണെങ്കിൽ most susceptible is A and least is C. And local anesthetics ആണെങ്കിൽ C is the most susceptible and A is the least susceptible. അപ്പോൾ C അൺമൈലിനേറ്റഡ് ആയതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാത്തിനും ലീസ്റ്റ് സസെപ്റ്റബിൾ ആണ് എക്സെപ്റ്റ് ഫോർ ലോക്കൽ അനസ്തറ്റിക്. ഇങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ എളുപ്പം, ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഓർത്തിരിക്കാന്നേ ഉള്ളൂ.
അപ്പം this actually I would like to finish this class at this point. ഇത്ര നേരം നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു നെർവിൻ്റെ ജനറൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നെർവ് എന്താണ്, ഒരു ന്യൂറോൺ എന്താണ്, ഒരു നെർവിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ഒരു ന്യൂറോണിൽ ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കും, ഇതാണ് നമ്മൾ പഠിച്ച മേജർ ആയിട്ടുള്ള പാർട്സ്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ, ആൻഡ്രോഗ്രേഡ് റെട്രോഗ്രേഡ് ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നെർവിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് രണ്ടുമാണ് മേജർ രണ്ട് ബ്രാഞ്ചസ് നമ്മളിപ്പം പഠിച്ചു നിൽക്കുന്നത്. ഇനി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് നെർവ് ഇഞ്ചുറീസ്. ഈ നെർവ് ഇഞ്ചുറി എന്താണെന്ന് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം നമ്മളിനി മെംബ്രെയിൻ പൊട്ടൻഷ്യലിസ്റ്റിലേക്കും പോകും. സോ ദിസ് is for now, and we'll see you in the next class where we'll be dealing with nerve injuries. Okay, bye.